കഴിഞ്ഞ വർഷത്തിനേക്കാൾ 2 ദിവസം വൈകിയാണ് ഈ വർഷം ബണ്ട് തുറന്നത്. ഡിസംബർ 15-നാണ് ഷട്ടർ അടച്ചത്. കുട്ടനാടിലെ കായലുകളിൽ പോളയും മാലിന്യവും നിറഞ്ഞതോടെ ഷട്ടർ തുറക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇതേ തുടർന്നാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ ഷട്ടർ തുറക്കാൻ തീരുമാനിച്ചത്. 90 ഷട്ടറുകളും 4 ലൊക്കേറ്ററുകളുമാണ് തണ്ണീർമുക്കം ബണ്ടിനുള്ളത്. ഇതിൽ മധ്യഭാഗത്തുള്ള പുതിയ ബണ്ടിന്റെ 3ാമത്തെ ഷട്ടറാണ് വെള്ളിയാഴ്ച തുറന്നത്. തുടർന്ന് 28 ഷട്ടറുകളും ലൊക്കേറ്ററുകളും 1ാം ഘട്ടത്തിൽ തുറക്കും. സാങ്കേതിക തകരാറുണ്ടായില്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ബാക്കി ഷട്ടറുകളും തുറക്കുമെന്ന് ഇറിഗേഷൻ മെക്കാനിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അമൽ നാരായണൻ അറിയിച്ചു. ആകെ തണ്ണീർമുക്കം ഷട്ടർ ബണ്ടുകളിൽ മൊത്തം 90 ഷട്ടറുകളും 4 ലൊക്കേറ്റുമാണുള്ളത്. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുറക്കുന്ന തേർഡ് സ്റ്റേജിലെ ഷട്ടറുകളാണ്. അതാണ് ഏറ്റവും പുതിയത്. കൂടാതെ റെഗുലേറ്റർ ആയിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് ഇത് തന്നെ തുറക്കാനായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ കൂടുതലുണ്ടെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് തുറക്കാനായിട്ട് എളുപ്പം 3ാം ഘട്ടത്തിലെ ഷട്ടറുകളാണ് എളുപ്പം പറ്റുക. ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ ഏകദേശം ഒരു 3ാം ഘട്ടത്തിൽ 28 ഷട്ടറുകളും ഒരു ലോഗേറ്റും തുറക്കും എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ഏകദേശം അത് തുറക്കും. അടുത്ത ദിവസം നമ്മൾ 1ാം ഘട്ടത്തിലെ ഷട്ടറുകൾ 31 തുറക്കാൻ നോക്കും. അതിനടുത്ത ശേഷം 2ാം ഘട്ടത്തിലെ ഷട്ടറുകളും തുറക്കാനായിട്ട് നോക്കും. അപ്പോൾ മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ മുഴുവനും, അതായത് ഇതിൻ്റെ തന്നു കിടക്കുന്നതുകൊണ്ട് ചെറിയ മെക്കാനിക്കൽ വിഷയങ്ങളൊക്കെ വരാം. അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് ഒരാഴ്ചയോളം നമ്മൾ സമയമെടുക്കും. ഇപ്പോൾ ബണ്ട് തുറക്കുന്നത് കൊണ്ട് കുട്ടനാടിന് എന്തെല്ലാം പ്രയോജനം ലഭിക്കുമെന്നത് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടായാൽ ഉപ്പുവെള്ളം കുട്ടനാടൻ ജലാശയങ്ങളിൽ കയറൂ. അതേസമയം ഷട്ടറുകൾ തുറന്നതോടെ അപ്പർ കുട്ടനാട്ടിലേക്ക് വെള്ളം ശക്തമായി ഒഴുകിയെത്തുമെന്നും ജലാശയങ്ങളിലെ പോളശല്യം ഒഴിവാകുമെന്നാണ് പ്രതീക്ഷ. സി മലയാളം ന്യൂസ്, ആലപ്പുഴ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.